ഹലോ എവരി വൺ. ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ എനിക്ക് എപ്പോഴും കമന്റ്സ് വരാറുണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, അവിടെ നിന്നൊക്കെ കമന്റ്സ് വരാറുണ്ട്. ഇത് ഏത് ഷെയ്ഡാ യൂസ് ചെയ്യണത്? കാരണം ചില അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഷെയ്ഡ് ഫെയ്ഡായി പോവാറുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഈ ഷെയ്ഡിനെ അങ്ങനെ ഫെയ്ഡ്നെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഒരു 2 years ആയി ഞാൻ ഈ ഒരു ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന്. കാരണം ഞാൻ ഇതിപ്പോ നിങ്ങൾ മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം വിത്തൗട്ട് മേക്കപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാനൊരു ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഡാസ്ലറിന്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ലൈനർ. L702 ആണ് ഈ ലിപ് ലൈനറിന്റെ കോഡ് വരുന്നത്. കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ലിപ് ലൈനർ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ലിപ് ലൈനറിനെ നമുക്ക് വെന്റഡ് ആണ് നമ്മുടെ ലിപ്പിലെ. അപ്പോൾ തന്നെ ഇത് സ്മഡ് പ്രൂഫ് ആണ് ആൻഡ് ഓൾസോ വെരി സ്മൂത്ത് ആയിട്ടൊരു ടെക്സ്ചർ ആണ് ഈ ഒരു ലിപ് ലൈനർ വരുന്നത്. ഈ ഒരു ലിപ് ലൈനർ ആണ് ഞാൻ ഫസ്റ്റ്ലി അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് എന്റെ ലിപ് ഷെയ്ഡാണ് മെബ്ലിൻ ന്യൂയോർക്കിന്റെ ഷെയ്ഡ് നമ്പർ 657. മെബ്ലിൻ ന്യൂയോർക്ക് ഷെയ്ഡ് നമ്പർ 657 ആണ് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടൊരു ലിപ്സ്റ്റിക് ആണ്. അപ്പൊ എത്രത്തോളം നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ മുൻപ് ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന എന്റെ ഫേസും ഇപ്പോ ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രം ഞാൻ യൂസ് ചെയ്തപ്പോൾ വന്ന ഫേസിലെ ചേഞ്ചസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ട്രസ്റ്റ് മീ, ഞാനിത് മോർണിംഗ് വൺസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്കിത് റീ അപ്ലൈ ചെയ്യേണ്ടി അപ്പൊ അത്രയും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇത്. മെബ്ലിൻ ന്യൂയോർക്കിന്റെ 657 എന്ന ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. നമുക്ക് നോർമൽ ഒരു റേറ്റിലാണ് നമുക്ക് ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കൂടിയാണ്. എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.